ഓയ് പിന്നെ ഓണപരീക്ഷയാണ്. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഓണപരീക്ഷയിലെ മാത്തമാറ്റിക്സ് കിഡിലുമായിട്ട് പഠിക്കണം. ഇറ്റ്സ് മീ VGR ഫ്രം സൈലന്റ് ലേണിംഗ്. നമുക്ക് തുടങ്ങാം. ആദ്യം ഇങ്ങോട്ടൊരു കാര്യം പറയട്ടെ. പരീക്ഷയാണ്. നമ്മൾ ക്ലാസ് ഈ ഒരു ചാനലിൽ ഇടുന്ന എല്ലാ കോണ്ടന്റ് വീഡിയോകളും നല്ല വൃത്തിയിൽ കാണുക. ഒരു കോണ്ടന്റ് വീഡിയോ പോലും എന്ത് ചെയ്യരുത്, ലൈവും കോണ്ടന്റ് വീഡിയോ പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. പിന്നെ ഇപ്പോൾ ഓണമായതുകൊണ്ട് നമ്മുടെ ബാച്ച് യോദ്ധ ബാച്ചിലുള്ള കുട്ടികൾക്ക് ഓണം ഓഫറുണ്ട്. ഇപ്പം താഴെ കൂടെ പോകുന്ന സ്ക്രോളൊന്ന് നിങ്ങൾ നോക്കുക. സ്ക്രോളിലുള്ള നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത പരീക്ഷയ്ക്കുള്ള ഓണപരീക്ഷ കഴിഞ്ഞിട്ട് ഇനിയും ഒരുപാട് പരീക്ഷകളുണ്ടല്ലോ, ആ പരീക്ഷയ്ക്കുള്ള ഒരേ പൊളി എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെറ്റാക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ഞാൻ ആദ്യം ഇങ്ങോട്ട് പറയട്ടെ, ഈ തമ്പ് കണ്ട പോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിലേക്ക് നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് എഴുതിയിട്ടിടുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കുക. കാര്യം നിങ്ങൾ ലൈക്ക് അടിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷൻ. കാര്യം ഇത്രയും പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഇത്രയും പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളെ കമൻറ്റൊക്കെ വായിക്കലുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം എല്ലാത്തിൻ്റെ കമൻറ്റിനും റീപ്ലൈ കൊടുക്കാൻ ശ്രമിക്കലുണ്ട്. പക്ഷെ പറ്റില്ല, എന്നാൽ പോലും താഴെ കമൻസിൽ ഞാൻ വരാം. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്ററിലെ കിടിലൻ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കണം. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിലെ ഏതാണ് ആ കിടിലൻ ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതൊക്കെ സാറ് പറഞ്ഞുതരാം. അപ്പം നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു ചോദ്യം, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഞാനിപ്പോൾ 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, PDF ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് ടൈപ്പ് സെറ്റ്. അത് ഒന്ന് കഴിഞ്ഞ കൊല്ലത്തുണ്ട്, കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എടുത്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പം അത് വേണ്ടവർ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ID ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ VGR കമൻറ്റ് ചെയ്ത സാധനം കിട്ടും. ഇതാണ് ID കേട്ടോ. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, വേണ്ടവർ പോവാം. ഇതിലൂടെ അയച്ചു തരാനുള്ള ഇതുണ്ടല്ല എന്നിട്ടാണേ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഉഷാറായിട്ട് നമുക്ക് ഈ ഒരു സെക്ഷന് ഹാൻഡിൽ ചെയ്യണം. ഏതാണ് ക്വസ്റ്റ്യൻ, ഈ ക്ലാസ് മാത്രമല്ല അടുത്ത ക്ലാസ്സിലെ സാധനം കൂടെ കാണാം മക്കളെ. ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മക്കളെ, ഇത് ഞാൻ ഓൾറെഡി ഞങ്ങൾക്ക് ലൈവിൽ പഠിപ്പിച്ചു തരാം. ഇതാണ് ഞാൻ എത്ര വട്ടാണ് ഇത് പറഞ്ഞതെന്ന് ഞാൻ എപ്പോഴും ഒരു കുട്ടീനോട് പറയലുണ്ട്. മക്കളെ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണിത്. ഒരു സമബഹുഭുജത്തിന്റെ ഒരു ആന്തരകോൺ തരും, അതായത് എന്നിട്ട് പുറംകോണിന്റെ അളവ് എത്ര. സിമ്പിളാണോ, എത്രയോ വട്ടം ഞാൻ തന്നെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവർ പറയുന്ന ചോദ്യം നോക്കാം. ഒരു സമബഹുഭുജത്തിന്റെ ഒരു ആന്തരകോൺ 135 ആണ്. An inner angle of regular polygon is 135. What is the measure of an outer angle? How many sides does it have? ഒരു സമബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. അതായത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ആന്തരകോണും അകം കോണും തമ്മിൽ കൂട്ടിയാൽ 150 ആയിരിക്കും. അതായത് ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിലുള്ള സമ്മ് 180 ആയിരിക്കും. ഈ സാധനം എപ്പോഴും നിങ്ങളെ തലൻ്റെ അകത്തേക്ക് വരാം. ഓക്കെ, ഇപ്പോൾ ഇതാ ആന്തരകോൺ 135 ആണെങ്കിൽ ആന്തരകോൺ ഇന്നർ ആംഗിൾ 135 ആകുന്നതിൽ കുഞ്ഞോനെ ഇനി പഠിച്ചു വെച്ചോണ്ടു 180 135 കുറച്ചായി. കാര്യം ഇന്നറും ഔട്ടറും കൂടെ കൂട്ടിയാൽ 180 വരിക. ഓക്കെ, പുറം കോണും അകം കോണും കൂട്ടിയാൽ 180. അപ്പം ഇന്നർ ആംഗിൾ ഇവിടെ ഉണ്ട് 135. അപ്പം ഇതിൻ്റെ ആന്തരകോൺ തന്നിട്ട് പുറം കോൺ ഔട്ടർ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 180 135 കുറയ്ക്കാം. എത്രടാ 180 135 കുറച്ചാൽ 45 ഡിഗ്രി. എത്രടാ 45 ഡിഗ്രി. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഒരു പുറം കോണിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഔട്ടർ ആംഗിൾ പുറം കോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഈ സമബഹുഭുജം എന്താ? സമബഹുഭുജം എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായതിനെയാണ് സമബഹുഭുജം എന്ന് പറയാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്ര വശങ്ങൾ വേണമെങ്കിലും ആയിക്കോട്ടെ, സമബഹുഭുജത്തിൻ്റെയോ ഔട്ടർ ആംഗിൾസിൻ്റെ ഒക്കെ സമ 360 ആയിരിക്കും. പഠിച്ചിട്ടുണ്ട്. അതായത് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഇതൊരു ബഹുഭുജമാണ്. നോക്ക്, ഈ ബഹുഭുജത്തിൻ്റെ ഔട്ടർ ആംഗിൾ പറഞ്ഞതാ, ഇത് ഇന്നർ ആണെങ്കിൽ ഇത് ഔട്ടർ. അതുപോലെ ഓരോന്നിനും ഇപ്പോൾ ഇതിനാണെങ്കിൽ ഇങ്ങോട്ടൊരു ഔട്ടർ ഉണ്ടാവും, ഇതിനാണെങ്കിൽ ഇങ്ങോട്ടൊരു ഔട്ടർ ഉണ്ടാവും കേട്ടോ, ഇതിനാണെങ്കിൽ ഇങ്ങോട്ട്. അപ്പോൾ ഓരോന്നിനും ഓരോന്ന് ഔട്ടർ ആംഗിൾ ഉണ്ടാവും. ആ ഔട്ടർ ആംഗിൾസ് ഒക്കെ എന്താണ്, ആ ഔട്ടർ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടിയാൽ എപ്പോഴും 360 ആയിരിക്കും വരിക. പഠിച്ചോ. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം. എന്താണ്,
രണ്ട് കോൺസെപ്റ്റ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടെ കൂട്ടിയാൽ 150 അല്ലേ, പുറം കോണും അകം കോണും കൂട്ടിയാൽ 150. എല്ലാ ഔട്ടർ ആംഗിൾ എല്ലാ പുറം കോണും കൂടെ കൂട്ടിയാൽ എത്രയേ വരൂ? 360. പക്ഷെ ഇവിടെ ഈ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? എത്ര വശങ്ങളുണ്ട് ഒരേ പൊളി, എത്ര സൈഡ്സ് ഉണ്ട്? മക്കളെ, സൈഡ്സ് കാണണമെങ്കിൽ ഒരു പുറം കോൺ എത്രയാണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, ഒരു ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. എല്ലാ ഔട്ടർ ആംഗിളും കൂടെ കൂട്ടിയാൽ 360. ആ 360നെ ഒരു ഔട്ടർ ആംഗിൾ ആ ഔട്ടർ ആംഗിൾ തന്നെ ആയിരിക്കും എല്ലും. കാര്യം റെഗുലർ പോളിഗണാണ്, ബഹുഭുജം സമ ആയതുകൊണ്ടേ എല്ലാ ഔട്ടർ ആംഗിളും 45 ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടെ കൂട്ടിയാൽ 360 ആണ്. മനസ്സിലായോ? അപ്പൊ എത്ര സൈഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഓരോ സൈഡിന് ഓരോ ഔട്ടർ ആംഗിൾ ഉണ്ടാവില്ലേ? ഇപ്പൊ ഞാൻ കാണിച്ചതില്ലേ, ഓരോ വശങ്ങൾക്ക് ഓരോ പുറംകോൺ ഉണ്ടാവും. അപ്പൊ ഓരോ വശങ്ങൾക്ക് ഓരോ പുറംകോൺ ഉണ്ടെങ്കിൽ എത്ര വശങ്ങൾ ചോദിച്ചാൽ 360നെ ഒരു ഔട്ടർ ആംഗിൾ എത്രയാ? 45. ഒരു ഔട്ടർ ആംഗിൾ 45. അപ്പം അത്രയും സൈഡ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എത്ര ഉണ്ടാവൂടാ? 8 സൈഡ്സ് ആയിരിക്കും അതിലുണ്ടാവും. സിമ്പിൾ. ഇതാണ് ആൻസർ. ഈ ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, നേരത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ അല്ലേ, അത് വേറെ ടൈപ്പ് ആണോ, ഏത് ടൈപ്പാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എത്ര വശങ്ങൾ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ ടൈപ്പ് അല്ല, വേറെ ടൈപ്പാണ്. അപ്പൊ ആ ചോദ്യം നിങ്ങൾ പഠിച്ചു. ഇതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. സാറ് പറയാം. റെഡി അല്ലേ? ഹലോ യെസ്. അപ്പൊ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമബഹുഭുജത്തിന്റെ 10 വശങ്ങളുണ്ട്. സമബഹുഭുജം പറഞ്ഞാൽ റെഗുലർ പോളിഗൺ എത്ര സൈഡ്സ് ഉണ്ട്? 10 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പുറം കോണിന്റെ അളവ് എത്ര? ഹൗ മച്ച് ഈസ് ദ ഔട്ടർ ആംഗിൾ? കുഞ്ഞോനെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഔട്ടർ ആംഗിൾ കിട്ടണമെങ്കിൽ ആദ്യം ഇന്നർ ആംഗിൾ എത്രയാന്ന് കിട്ടണം. അതായത് ഇന്നർ ആംഗിൾ കിട്ടാണ്ട് ഒരിക്കലും നമുക്ക് എന്ത് കിട്ടൂല? ഔട്ടർ ആംഗിൾ കിട്ടൂല. ഓക്കെ. പക്ഷെ ഔട്ടർ ആംഗിൾ കിട്ടുന്നതിന് മുമ്പ് ഒരു സമബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം 10 ആണ്. ദാറ്റ് ഈസ് സൈഡ്സിന്റെ എണ്ണം 10 ആണ്. സൈഡ്സ് എന്ന് പറഞ്ഞാൽ എത്രയാടാ? വശങ്ങൾ കറക്റ്റ് നമ്മൾ n എന്നാണ് സൂചിപ്പിക്കുക. അത് 10. ഞാൻ ചോദിക്കട്ടെ, റെഗുലർ പോളിഗൺ ആയിക്കോട്ടെ, സമബഹുഭുജം എന്തായിക്കോട്ടെ, എല്ലാ കോണും കൂടെ കൂട്ടിയാലുള്ള ടോട്ടൽ സമ്മ് കാണാൻ എങ്ങനെയാ? ടോട്ടൽ സമ്മ് കാണാം. അതായത് ആകെ കോണുകളുടെ ടോട്ടൽ സം ഓഫ് ആംഗിൾസ്, അതായത് ആകെ തുക, ആരുടെ? കോണുകളുടെ ആകെ തുക കാണാൻ. അതായത് ടോട്ടൽ ഇന്നർ ആംഗിളിന്റെ, അങ്ങനെ തന്നെ ഇതല്ലേ, അങ്ങനെ ഇതാ, ഇന്നർ ആംഗിളിന്റെ സമ്മ് കാണാൻ ഇക്വേഷൻ എന്താ? അതായത് അകം കോണുകളുടെ തുക. അത് നിങ്ങൾ പഠിച്ചോ കേട്ടോ. ഇതാണ് ഇക്വേഷൻ. n-2 × 180. ദിസ് ഈസ് ദ ഇക്വേഷൻ. പഠിച്ചോ. എല്ലാ കോണും കൂടെ കൂട്ടിയാൽ n-2 × 180. എത്ര സൈഡ് ഉണ്ട്? 10. 10 - 2 എത്രടാ? 180. അപ്പം 8 × 180. 180 കൂടെ ഗുണിച്ചാൽ എത്ര വരൂടാ? 8 × 64 1440. ഇതാണെന്ത്? എല്ലാ കോണും കൂടെ കൂട്ടിയാൽ ആകെ കോണുകളുടെ തുകയാണ് കേട്ടോ. ആകെ കോണുകളുടെ തുകയാണെന്ത്? ഇത്. പക്ഷേ നമുക്ക് വേണ്ടത് ഒരു ഇന്നർ ആംഗിൾ വേണം. ഒരു ഇന്നർ ആംഗിൾ, അകംകോൺ. അപ്പൊ ഒരു അകംകോൺ ഞാൻ ചോദിച്ചോക്കട്ടെ, എടാ, ഒരു ഇന്നർ ആംഗിൾ കിട്ടണം. ടോട്ടൽ 10 വശം ഉണ്ടെങ്കിൽ 10 സൈഡ്സ് ഉണ്ടെങ്കിൽ 10 കോണും ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഒരു ഇന്നർ ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1440/10. കാര്യം 10 സൈഡല്ലേ ഉള്ളത്. അപ്പോൾ ഒരാളുടെ കിട്ടണമെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ. 144 ഒരു ഇന്നർ ആംഗിൾ ഒരാളത്. അങ്ങനെ 144 10 കോണുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ 144 ഡിഗ്രി ഒരു അകം കോൺ, ഒരു ഇന്നർ ആംഗിൾ, ദാറ്റ് ഈസ് 144. അത് ശരിക്കും തോന്നുന്നത് ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടോ. ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആദ്യം കിട്ടിയത് ഒരു അകം കോണിന്റെ ഒരു അകം കോണിന്റെ അളവ് 144. ഇനി അടുത്ത ചോദ്യം എന്താ? ഹൗ മച്ച് ഈസ് ദ
ഔട്ടർ ആംഗിൾ. ഞാൻ പറഞ്ഞു ഇന്നർ ആംഗിൾ കിട്ടിയ കുഞ്ഞോനെ പഠിച്ചു വെച്ചോ. ഇന്നർ ആംഗിൾ കിട്ടിയ ഔട്ടർ ആംഗിൾ കിട്ടാൻ സിമ്പിൾ അല്ലേ? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ശരിക്കും ആ 1, 2, 2 ഒന്നുമാണ്. ഓക്കെ, ഔട്ടർ ആംഗിളിന്റെ ഔട്ടർ ആംഗിൾ അതായത് പുറം കോൺ കിട്ടാൻ ഇനി എന്ത് ചെയ്താൽ മതി? പുറം കോണും അകകോണും ഞാൻ പറഞ്ഞിരുന്നു, ഈ 2 കോണുകളും കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കും വരിക. അപ്പൊ 180 എന്ത് ചെയ്താൽ മതി? ആ ഒരു അകം കോണ് 144 കുറയ്ക്കാം. 180 154 കുറച്ച് എത്രടാ? 36 ആയിരിക്കും ഉത്തരം. ഇനി നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ വശം കണ്ടില്ലേ? ആ വശം 10 ആണെന്ന് ഇവിടെ ഓൾറെഡി ചോദിച്ച് തന്നു. അതെങ്ങനെയാ ശരിക്കും കിട്ടുക എന്നറിയാം. ആ 10 കിട്ടുന്നത് നമുക്ക് പുറംകോണ് വെച്ചിട്ട് എങ്ങനെയാ കിട്ടുക? എല്ലാ പുറംകോണും കൂടെ കൂട്ടിയാൽ തുക എത്രയാ? 360. ഒരു പുറംകോൺ എത്രയാ? 36. കണ്ടോ 10 വരുന്നത് 360/36 എത്രയാ? 10 അല്ലേ? 10 സൈഡ് തന്നെ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതേ ചോദ്യം ഞാൻ മറ്റേ ചോദ്യത്തിലേക്ക് കണക്ട് ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കോൺസെപ്റ്റുകൾ ദാറ്റ് ഇസ് വെരി ക്ലിയർ. ഇത്ര പഠിച്ചേക്കാം. പുറം കോണും അകംകോണും കൂടെ കൂട്ടിയാൽ 180. ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിളിന്റെ സമ്മ് 180. അതുപോലെ രണ്ടാമത്തെ കോൺസെപ്റ്റ്, എല്ലാ പുറംകോണുകളും കൂടെ കൂട്ടിയാൽ 360 ആയിരിക്കും. അതായത് എല്ലാ ഔട്ടർ ആംഗിളിന്റെ സമ്മ് 360 ആയിരിക്കും. എങ്ങനെയാടാ പുറംകോണും അകംകോണും കണ്ടുപിടിക്കുക? പുറംകോണ് കിട്ടിയാൽ അകംകോണ് കിട്ടണമെങ്കിൽ 180 കുറയ്ക്കാം. ഇനിയിപ്പോൾ നേരെ അകംകോണ് ഇന്നർ ആംഗിൾ കിട്ടിയ ഔട്ടർ ആംഗിൾ ആണെങ്കിലും 180 കുറയ്ക്കാം. അത്രേ ഉള്ളൂ. ഇനി സൈഡ്സ് ആണെങ്കിലോ 360 എത്രയാണോ പുറംകോൺ അത് ഡിവൈഡ് ചെയ്യാം. അത് സമബഹുഭുജത്തിന്റെ കേസിൽ മാത്രമാണ് കേട്ടോ അത് പറ്റുക. അപ്പം അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലാസ് ഒന്നും കൂടെ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സാറോട് പറയണം കേട്ടോ, ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഐഡിയിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചൊക്കെ പറയാം. ക്വസ്റ്റ്യൻ പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? അതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത്. വിഷ് യു ആൾ ദ ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുവരേക്കും. ഇറ്റ്സ് മീ വിജിആർ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.